ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. മർക്കൂസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. യേശുമ്പുരാൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഹൃദയകാഠിന്യത്തെ ഓർത്ത് ദുഃഖിച്ചു. എന്നിട്ട് അവരെ ക്രോധത്തോടെ നോക്കി. യേശുമ്പുരാൻ ഒരു ശബത്തിൽ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആ പള്ളിയിൽ പോയി യേശുമ്പുരാൻ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കൈ വരണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, കൈ സൂക്ഷിച്ച ഒരു മനുഷ്യൻ. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും അവിടെ ഉണ്ട്. യേശുമ്പുരാനെ എങ്ങനെയും കൊടുക്കണം, അവനിൽ എന്തെങ്കിലും കുറ്റം കണ്ടിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവനെ നശിപ്പിക്കണം, ക്രൂശിക്കണമെന്ന് പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ യേശുമ്പുരാൻ മനസ്സിലുള്ളവനാണ്. അവിടെ ഇതാ കൈ സൂക്ഷിച്ച ഒരു മനുഷ്യൻ. അവർക്കറിയാം തീർച്ചയായിട്ടും യേശുമ്പുരാൻ അവനെ സൗഖ്യമാക്കുമെന്ന്. അവനെ സൗഖ്യമാക്കിയാൽ ഉടൻ തെളിവ് സഹിതം ഇതാ ശബത്തിൽ അവൻ വേല ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട്, അവനെ ശബത്തിനെ ലംഘിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം ചുമത്തി അവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൃദയവിചാരം അറിഞ്ഞിട്ട്, ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഹൃദയവിചാരത്തെ അറിഞ്ഞിട്ട് യേശുമ്പുരാനോട് ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ കുല ചെയ്യുകയോ രക്ഷിക്കുകയോ ഏതാണ് വിഹിതമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴവർ മിണ്ടാതിരുന്നുവെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ മിണ്ടായിരുന്നത്? അപ്പോൾ ഒരുപക്ഷെങ്കിൽ അവർ സമ്മതിക്കുകയാണ്, അവർ പറയുകയാണ്, ഓക്കെ നന്മ ചെയ്തു രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശബത്തിനെ ലംഘിക്കുകയാണ്. കാരണം നന്മ ചെയ്യുക, അവൻ ആ മുറിവേറ്റവനെ അല്ലെങ്കിൽ കൈവയ്യാത്തവനെ അവനെ സൗഖ്യമാക്കുക എന്ന് പറയുന്നത് വേല ചെയ്യുന്നതിന് തുല്യമാണ്. മുറിവേറ്റ ഒരുത്തനെ ആശുപത്രിയിൽ കൊണ്ടുപോവുക, സത്രത്തിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വേല ചെയ്യുകയാണ്, ജോലി ചെയ്യുകയാണ്. ശബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. അപ്പം യേശുമ്പുരാനോട് പറയുകയാണ്, നന്മ ചെയ്തു അവനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശാസ്ത്രിമാരും പരീശന്മാരും ശബത്തിനെ ലംഘിക്കുവാൻ അനുവാദം കൊടുക്കുകയാണ്. അത് അവരുടെ നിയമത്തിനെതിരാണ്, അവരുടെ മതത്തിനെതിരാണ്. രണ്ടാമത് യേശുമ്പുരാനെ അംഗീകരിക്കുകയാണ്. കാരണം യേശുമ്പുരാൻ സൗഖ്യമാക്കിയാൽ ആ യേശുമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യനാൽ അസാധ്യമാണ്. അത് ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇവരൊരിക്കലും യേശുമ്പുരാനെ ഒരു ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്നില്ല. എപ്പോഴും യേശുമ്പുരാനെ തച്ചൻ്റെ മകൻ, മറിയയുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവരെ യേശുമ്പുരാനെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നീ സൗഖ്യമാക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുമ്പുരാനെ ദൈവപുത്രൻ അംഗീകരിക്കുന്ന തുല്യമാണ്. അതിന് അവരുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. രണ്ടാമത് ഇനിയും അവനെ രക്ഷിക്കേണ്ട, അവനെ സൗഖ്യമാക്കേണ്ട എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അതായത് മുറിവേറ്റ ഒരു മനുഷ്യനെ, വേദനിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ അവരുടെ മനസ്സറിവില്ലാത്തവരായി പെരുമാറുകയാണ്, മനസ്സിലില്ലാത്തവനായി. അപ്പം ഇവരുടെ ആ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുകയാണ്. ആ പൊയ്മുഖം അവിടെ വീണിട്ട് അവരുടെ യഥാർത്ഥ മുഖം, കപട സദാചാരക്കാർ, കപട കാപഠ്യമുള്ളവർ എന്ന് ജനങ്ങൾ തിരിച്ചറിയും, ജനങ്ങൾ അവരെ കല്ലെറിയും. അപ്പം അതിനവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുകയാണ്, മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് യേശുമ്പുരാൻ അവരുടെ ഹൃദയകാഠിന്യത്തെ ദുഃഖിച്ചു. എന്നിട്ട് ക്രോധത്തോടെ അവരെ നോക്കിയിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് യേശുമ്പുരാൻ ഇതാ ആ മനുഷ്യനെ സൗഖ്യമാക്കി. അവൻ്റെ വരണ്ട കൈയുള്ള ആ കൈ സൗഖ്യമാക്കി. അപ്പം ഇതാ യേശുമ്പുരാൻ സൗഖ്യമാക്കി കഴിയുമ്പോൾ അവരവനെ നശിപ്പിക്കുവാനായിട്ട് പോയെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, യേശുമ്പുരാൻ ഇന്ന് നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതാ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ രക്ഷിക്കുകയോ കുല ചെയ്യുകയോ ഏതാണ് വിഹിതമെന്ന് ചോദിക്കാൻ. കാരണം നമ്മളും പലപ്പോഴും ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും ആവാറുണ്ട്. ശബത്ത് എന്ന് പറഞ്ഞാൽ നിയമമാണ്. ആ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും മനുഷ്യരെ രക്ഷിക്കാതിരിക്കും. മനുഷ്യരെ ചോരവാർന്നൊലിക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യാത്ര പോവുകയായിരിക്കും, നമ്മുടെ വഴിമധ്യേ നമ്മളൊരാൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണും, അപകടത്തിൽപ്പെട്ട് വണ്ടിയിടിച്ച് കിടന്ന് പിടയുന്ന മനുഷ്യനെ കാണും, ചോര വാർന്നൊലിക്കുന്നുണ്ട്, നിരാലംബനായി കിടക്കുകയാണ്, ആരും സഹായത്തിനില്ല. അപ്പോൾ അവൻ വേദനിച്ച് സഹായത്തിന് വേണ്ടി ആ സഹായം തേടുകയാണ്, അവൻ്റെ ജീവന് വേണ്ടി കീഴുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചു പോകും. എന്താണെന്ന് ചോദിച്ചാൽ ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും അവരുടെ മനസ്സാണ് നമ്മളെയും ഭരിക്കുന്നത്, അവരുടെ ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നത്. കാരണം യവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ നിയമക്കുരുക്കിലാകും. കാരണം അവനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം,
അതിന് പൈസ ചിലവുണ്ട്, പെട്രോളിൻ്റെ പൈസ മുടക്കണം, നമ്മുടെ സമയച്ചിലവുണ്ട്. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി ആണോ പോകുന്നത് അത് മുടങ്ങും. എന്നിട്ട് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോകണം. ഒരു ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ രക്തം വേണമായിരിക്കും, അല്ലെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അത് കഴിഞ്ഞിട്ട് ഈ ഈ വയ്യാത്ത ഈ മുറിവേറ്റവനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ്റെ ബന്ധുക്കൾ വരുന്നിടം വരെ നമ്മൾ കാത്തു നിൽക്കണം, ബൈസ്റ്റാൻഡായിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട്. രണ്ടാമത് പോലീസുകാർ അന്വേഷിച്ച് വരും, എങ്ങനെയാണ് അപകടം പറ്റിയത്, എവിടെയാണ് പറ്റിയത്, നിങ്ങളപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ വിധേയരാകണം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞും അവർ സൗഖ്യമായാലും അല്ലെ മരണപ്പെട്ടാലും അതിൻ്റെ പുറകെ നമ്മൾ നിയമക്കുരുക്കിൻ്റെ പുറകിൽ കോടതി കയറണം എന്നൊക്കെ ചിന്ത ഭരിച്ചുകൊണ്ട് നമ്മൾ ഈ വേദനിച്ച് കിടക്കുന്നതിനെ കാണാതെ പോകും, കണ്ടില്ലെന്നടിച്ചു പോകും. അപ്പം അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകുന്നവരെ നോക്കി യേശുമ്പുരാൻ ദുഃഖിക്കും, എന്നിട്ട് ക്രോധത്തോടെ നോക്കും. എന്നാൽ മറ്റു ചില മനുഷ്യരുണ്ട്, അവിടെ ഇതാ അവര് ഈ നിയമം ഒന്നുമല്ല അവർക്ക് ബാധകം, അവർ മനുഷ്യന്റെ ജീവനാണ് അവർക്ക് വില. അതായത് ആ നല്ല ശമരിയാക്കാരനെ പോലെ ആ ആ ലേവ്യനും ആ പുരോഹിതനും വഴിമാറിപ്പോയതുപോലെ അല്ല ഈ നല്ല ശമരിയാക്കാരൻ. ഈ മനുഷ്യന്റെ ജീവൻ എന്താകുമെന്നാണ് ചിന്തിക്കുന്നത്. അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ്റെ ജീവന് വേണ്ടി കേഴുകയാണ്, അവൻ്റെ ജീവനെ രക്ഷിക്കുവാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുകൊണ്ടാണ്, അതാണ് യേശുമ്പരൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇതുപോലെ ആ ശാസ്ത്രിമാരെയും പരീശന്മാരുടെയും പോലെ ആ വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ കണ്ടില്ലെന്ന് നടിച്ചു പോയാൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ ആ രോഗത്തിലും പ്രയാസത്തിലും ചോര വാർന്നൊലിക്കുന്നവനെ അവിടെ ഇട്ടേച്ചു പോയാൽ അത് കൊല ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം അവനെ രക്ഷിക്കാതെ അവനെ നോക്കി നിൽക്കുകയാണെങ്കിൽ, അവനെ മരിക്കാൻ അനുവദിക്കുന്നു പറഞ്ഞാൽ നമ്മൾ കൊല്ലുന്നതിന് തുല്യമാണ്. അവനെ സഹായിക്കാതെ ഒരു മനുഷ്യൻ നിരാലംബനായി കിടക്കുകയാണ്, ചോര വാർന്നൊലിക്കുകയാണ്, വേദനിച്ച് കിടക്കുകയാണ്, അവനെ സഹായിക്കാൻ ആരുമില്ല. നമ്മൾ ഈ നിയമവും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ, അവനെ രക്ഷിക്കാതെ ഇരിക്കുമ്പോൾ, നമ്മൾ ഈ നിയമക്കുരുക്കിൻ്റെ പേരിൽ നമ്മുടെ ആ നിലനിൽപ്പിനെ പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരുത്തനെ കൊല്ലുകയാണ്. അവിടെ യേശുമ്പുരാൻ നമ്മളെ ദുഃഖിച്ചു നോക്കും. ഈ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ചില നിയോഗങ്ങൾ കൊടുത്ത് ഞാൻ ഇവിടെ അയച്ചപ്പോൾ അവന് ഒരു വ്യക്ത മനുഷ്യനായി പോയല്ലോ, അവനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മളെക്കുറിച്ച് ദുഃഖിക്കും. അത് കഴിഞ്ഞ് ക്രോധത്തോടെ നോക്കും. ആ ക്രോധത്തോടെ നോക്കുമ്പോൾ നമുക്ക് ആ നിത്യ അഗ്നിയോടെ, അതായത് പിശാചിനും അവൻ്റെ സന്തതിക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന സ്വരമാണ് നമ്മൾ കേൾക്കേണ്ടി വരിക. അതുകൊണ്ട് അത് കേൾക്കാതെ നമ്മൾ ആ നല്ല ശമരിയാക്കാരനെ പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയണം. അങ്ങനെ സഹായിക്കുന്നവർ ഇന്നത്തെ കാലത്ത് അതിനുള്ള പരിരക്ഷയുണ്ട്. അതായത് ആ ഇങ്ങനെയുള്ള ഭയം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുമ്പോൾ ഈ റോഡിലൊക്കെ അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ മരിക്കുന്ന, അല്ലെങ്കിൽ അപകടത്തിൽ ചോര വാർന്നൊലിക്കുന്ന, വേദനിച്ച് കിടക്കുന്ന ആൾക്കാരെ ഈ നിയമത്തിൻ്റെ കുരുക്കിൽ പെടുമല്ലോ എന്ന് കരുതി രക്ഷിക്കാതെ പോകുമ്പോൾ അനേകർ വർഷത്തിൽ കണക്കനുസരിച്ച് എത്രയോ ലക്ഷം ആൾക്കാരാണ് ഒരു ദിവസം തന്നെ മരിച്ചു വീഴുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കുവാനായിട്ട് ഈ പേടിയൊക്കെ നമ്മൾ മാറ്റണം. അവരെ രക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല. നമുക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള നിയമക്കുരുക്കിലൊന്നും പെടത്തില്ല. പ്രത്യേകിച്ച് നമുക്കൊരു പരിരക്ഷ, അങ്ങനൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് ഗുഡ് സാമരിറ്റൻ ലോ, നല്ല ശമരിയക്കാരൻ്റെ നിയമം എന്ന് പറഞ്ഞ് ആ ശമരിയക്കാരൻ്റെ ആ നല്ല മനുഷ്യൻ്റെ പേരിൽ തന്നെ ഒരു നിയമമുണ്ട്. 2016 മാർച്ച് മാസം 26-ാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയിൽ ഇങ്ങനെ ഉള്ള ആൾക്കാരെ രക്ഷിക്കുന്നവരെ, അതായത് ഈ അപകടത്തിലൊക്കെ പെട്ട് റോഡിൽ കിടക്കുന്ന മനുഷ്യരെ രക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമമാണ് ഗുഡ് സാമരിറ്റൻ ലോ. അത് 2019 134A എന്ന വകുപ്പ് പ്രകാരം മോട്ടോർ വെഹിക്കിളും അവരുടെ ഭേദഗതി അനുസരിച്ച് ആ വകുപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും നമ്മുടെ യാത്രാമധ്യേ നമ്മുടെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ യാദൃശ്ചികമായി നമ്മൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അങ്ങനെ രക്ഷിക്കുമ്പോൾ ആ നല്ല ശമരിയാക്കാരനെ പോലെ ആ യേശുമ്പുരാൻ നമ്മളോട് പറയും, മറ്റുള്ളവരോടും പറയും, അവനെ പോലെ നിങ്ങളും ചെയ്യുവിൻ, ആ നല്ല ശമരിയാക്കാരനെ പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇതാ എന്നിട്ട് പറയും, ഇതാ ലോകസ്ഥാപനം മുതൽ പിതാവിനാൽ ഒരുക്കിയിരിക്കുന്ന ആ നിത്യ രാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാനായിട്ട് ദൈവം ആ സ്വരം കേൾക്കുന്ന ഒരു അനുഭവം വരും. അതുകൊണ്ട് നമ്മൾ യേശുമ്പുരാൻ ഇന്നും നമ്മളോട് ചോദിക്കുകയാണ്, നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏതാണ് വിഹിതം? അതുകൊണ്ട് തീർച്ചയായും യേശുമ്പുരാൻ ചെയ്ത നന്മയാണ്. ആ യേശുമ്പുരാൻ രക്ഷിക്കുന്ന കരങ്ങളാണ്. ആ യേശുമ്പുരാൻ്റെ പാത നമുക്ക് പിന്തുടരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.